ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെസൺ 12 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയോട് അവൻ്റെ ജോലി എന്താണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുമെന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് അവൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കും. ഇത് പലരും പല വിധത്തിലാണ് ചോദിക്കാറുള്ളത്. ഏറ്റവും ശരിയായ രീതിയിൽ ഒരാളോട് അവൻ്റെ ജോലി എന്താണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം, നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ അതിന് എങ്ങനെ മറുപടി പറയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആസ്കിങ് അബൌട്ട് ജോബ്. ഒരാളോട് അവൻ്റെ ജോലി എന്താണ് എന്ന് പല വിധത്തിൽ ചോദിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. വാട്ട്സ് യുവർ ജോബ്? വാട്ട്സ് യുവർ ജോബ്? നിന്റെ ജോലി എന്താണ്? വാട്ട് ആർ യു? വാട്ട് ആർ യു എന്ന് പറഞ്ഞാലും വാട്ട് ആർ യു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജോലി എന്താണ് എന്നാണ്. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു? വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നിന്റെ ജോലി എന്താണ് എന്നതാകുന്നു. വാട്ട് ലൈൻ ഓഫ് വർക്ക് ആർ യു ഇൻ? വാട്ട് ലൈൻ ഓഫ് വർക്ക് ആർ യു ഇൻ? അതിൻ്റെ അർത്ഥവും സെയിം ആണ്. നിന്റെ ജോലി എന്താകുന്നു. വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഈ രീതിയിലും ഒരാളോട് നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കാൻ പറ്റും. മറ്റൊന്ന്, വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? ഇത് ശ്രദ്ധിക്കണം. വാട്ട് ഡു യു ഡു? മുകളിൽ പറഞ്ഞ രീതിയിലൊക്കെ ഒരാളോട് ജോലി എന്താണെന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ശരിയായ രീതി ഏറ്റവും അവസാനം പറഞ്ഞതാണ്. വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ജോലി എന്താകുന്നു? അപ്പോൾ നിങ്ങൾ ഒരാളോട് നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നിങ്ങളുടെ ജോലി എന്താകുന്നു? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താകുന്നു? ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ആദ്യം ഐ ആം എന്ന് ചേർക്കുക, പിന്നെ നമ്മുടെ ജോലി പറയുക. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ആം എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ്, എ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് എന്ന വിദ്യാർത്ഥി. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഈ ടീച്ചറാണെങ്കിലോ ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇനി തൊഴിൽ രഹിതനാണെങ്കിൽ, ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഐ ആം അൺഎംപ്ലോയ്ഡ് അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ ഞാൻ ജോലി ഇല്ലാത്ത ആളാണ്, തൊഴിൽ രഹിതനാണ്. ഐ ആം അൺഎംപ്ലോയ്ഡ്. ഐ ആം അൺഎംപ്ലോയ്ഡ് അറ്റ് ദ മൊമെന്റ്. എംപ്ലോയ്ഡ് അല്ല, ഇംപ്ലോയ്ഡ് ആണ്. ഐ ആം അൺഎംപ്ലോയ്ഡ് അറ്റ് ദ മൊമെന്റ്. ഇനി സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ പറയേണ്ടത് ഐ റൺ മൈ ഓൺ ബിസിനസ്. ഐ റൺ മൈ ഓൺ ബിസിനസ്, ഞാൻ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. ഇനി ഐ ആം റിട്ടയേർഡ് നൗ, ഞാനിപ്പോൾ റിട്ടയേർഡ് ആണ്, വിരമിച്ചു, ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ഐ യൂസ് ടു ബി ആൻ എഞ്ചിനീയർ. ഐ യൂസ് ടു ബി ആൻ എഞ്ചിനീയർ, ഞാൻ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമത്തിലാണ് എന്നർത്ഥം. ഐ ആം ഇൻ ബിറ്റ്വീൻ ജോബ്സ്. ഐ ആം ഇൻ ബിറ്റ്വീൻ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ജോലി കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഒരാളോട് താങ്കളുടെ ജോലി എന്താണെന്ന് ചോദിക്കേണ്ടത് പല വിധത്തിൽ ചോദിക്കാമെങ്കിലും ഏറ്റവും ശരിയായ രീതി വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? അതിന് മറുപടി പറയേണ്ടത് ഐ ആം എന്ന് ചേർക്കുക, പിന്നെ നമ്മുടെ ജോലി എന്താണത് പറയുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഒരാളോട് നിന്റെ ജോലി എന്താണ് എന്ന് ചില ആളുകൾ ഈ രീതിയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാറുണ്ട്. ഈ വാട്ട് ഡു യു ഡു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാലും ഏകദേശം സെയിം അർത്ഥമാണ്. പക്ഷെ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അഥവാ നിങ്ങളുടെ ജോലി എന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അഥവാ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് വാട്ട് ആർ യു ഡൂയിങ് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരാളോട് വാട്ട് ആർ യു ഡൂയിങ് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞേക്കാം ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, ഐ ആം വാച്ചിങ് ടി വി, ഐ ആം ഈറ്റിംഗ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ജോലിയല്ലല്ലോ. നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവൻ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതായിരിക്കും ഈ ചോദ്യം ചോദിച്ചാൽ പറയുക. അപ്പോൾ നിങ്ങൾ ഒരാളോട് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കേണ്ടത് വാട്ട് ഡു യു ഡു എന്നാണ്. അതല്ല അവൻ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കേണ്ടത് വാട്ട് ആർ യു ഡൂയിങ് എന്നാണ്. ഇപ്പോൾ എന്നോടൊരാൾ വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ പറയും ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ. അതേപോലെ തന്നെ
ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുക ഐ ആം പ്രസന്റിങ് എ വീഡിയോ അബൌട്ട് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു വീഡിയോ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി എന്താണ്, വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഏത് തൊഴിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതറിയാൻ വേണ്ടിയാണ് വാട്ട് ആർ യു ഡൂയിങ് ഉപയോഗിക്കുക. പിന്നെ തൊഴിൽ എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കണം. പല ആളുകളും തൊഴിൽ എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ആർ യു ഡൂയിങ് ചോദിക്കാറുണ്ട്. അത് ശരിയല്ല. അപ്പോൾ ഈ വാട്ട് ഡു യു ഡു വാട്ട് ആർ യു ഡൂയിങ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു. ചില സമയത്ത് നിന്റെ ജോലി എന്താണെന്ന് മാത്രം ചോദിച്ചാൽ പോരാ, നിന്റെ ഫാദറിൻ്റെ ജോലി എന്താണ്, നിന്റെ ബ്രദറിൻ്റെ ജോലി എന്താണ്, അവൻ്റെ ജോലി എന്താണ്, അവളുടെ ജോലി എന്താണ്, ഇതൊക്കെ ചോദിക്കേണ്ടി വരും. ഇവയൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? സഹോദരന്റെ ജോലി ചോദിക്കാൻ വാട്ട് ഡസ് യുവർ ബ്രദർ ഡു, നിന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു. നിന്റെ സഹോദരന്റെ ജോലി എന്താണെന്ന് ചോദിക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് ഡസ് യുവർ ബ്രദർ ഡു, നിന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു. അപ്പം മറുപടി പറയേണ്ടത് ഹി ഈസ് ആൻ അക്കൗണ്ടന്റ്, ഹി ഈസ് ആൻ അക്കൗണ്ടന്റ്, അവനൊരു അക്കൗണ്ടന്റ് ആണ്. അതല്ലെങ്കിൽ മൈ ബ്രദർ ഈസ് ആൻ അക്കൗണ്ടന്റ്, ഈ രീതിയിൽ മറുപടി പറയാം. മറ്റൊന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ പിതാവിന് എന്താണ് ജോലി. അത് ചോദിക്കേണ്ടത് വാട്ട് ഡസ് യുവർ ഫാദർ ഡു, വാട്ട് ഡസ് യുവർ ഫാദർ ഡു, നിന്റെ പിതാവ് എന്ത് ചെയ്യുന്നു. ഇനി മറുപടി പറയേണ്ടത് ഹി ഈസ് എ ടീച്ചർ, ഹി ഈസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ടീച്ചറാണ്, അധ്യാപകനാണ്. ഇനി അവൻ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഹി ഡു, വാട്ട് ഡസ് ഹി ഡു, വാട്ട് ഡസ് ഹി ഡു, അവൻ എന്ത് ചെയ്യുന്നു. മറുപടി പറയേണ്ടത് ഹി ഈസ് എ ന്യൂസ് റിപ്പോർട്ടർ, ഹി ഈസ് എ ന്യൂസ് റിപ്പോർട്ടർ, ന്യൂസ് റിപ്പോർട്ടറാണ്. ഇനി അവൾ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഷീ ഡു, വാട്ട് ഡസ് ഷീ ഡു, വാട്ട് ഡസ് ഷീ ഡു, അവൾ എന്ത് ചെയ്യുന്നു. ഇനി മറുപടി പറയേണ്ടത് ഷീസ് എ നേഴ്സ്, ഷീസ് അല്ലെങ്കിൽ ഷീസ് എ നേഴ്സ്, അവളൊരു നേഴ്സാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഷീസ് എ ഹോം മേക്കർ, അവൾ ഹോം മേക്കറാണ്, ഹൗസ് വൈഫാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിന്റെ ജോലി എന്താണെന്ന് ചോദിക്കേണ്ടത് വാട്ട് ഡു യു ഡു. നിന്റെ സഹോദരന്റെ ജോലി എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡസ് യുവർ ബ്രദർ ഡു. നിന്റെ പിതാവിന്റെ ജോലി എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡസ് യുവർ ഫാദർ ഡു. അവന്റെ ജോലി എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡസ് ഹി ഡു, അവൻ എന്ത് ചെയ്യുന്നു. അല്ലെങ്കിൽ അവന്റെ ജോലി എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡസ് ഹി ഡു, അവൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ വാട്ട് ഡസ് ഷീ ഡു. ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ ഫാദറിന്റെ ജോലി ചോദിക്കുമ്പോഴും സഹോദരന്റെ ജോലി ചോദിക്കുമ്പോഴും ആൻസർ പറയേണ്ടത് ഹി വെച്ചിട്ടാണ്, ഹി ഈസ്. അവളുടെ ജോലി ചോദിക്കുമ്പോൾ ആൻസർ പറയേണ്ടത് ഷീ വെച്ചിട്ടാണ്. അപ്പോൾ ഷീ ഈസ് എ നഴ്സ്. ഓക്കെ, ഇനി രണ്ടുപേർ തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷൻ ആണ്. എ എന്നാൾ ചോദിക്കണേ വാട്ട് ഡു യു ഡു, എന്താ എൻ്റെ ജോലി, നീ എന്ത് ചെയ്യുന്നു. ബി ആൻസർ പറയുന്നു ഐ എം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ്. എ വീണ്ടും ചോദിക്കുന്നു നൈസ്. അതായത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ജോലി പറഞ്ഞാൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടൊരു നമ്മൾ ഒരു പോസിറ്റീവ് കമൻറ്റ് പറയണം. ഓ നല്ല ജോലി, ആ ജോലി ഉഷാറാണ്, അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് കമൻറ്റ് പറയണം, ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ് പറയാൻ പാടില്ല. അപ്പോൾ നൈസ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദാറ്റ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദാറ്റ് എന്നാൽ നിങ്ങൾ എത്ര കാലമായിട്ട് ആ ജോലി ചെയ്യുന്നു. ടീച്ചറായിട്ട് എത്ര കാലമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദാറ്റ്, നിങ്ങൾ എത്ര കാലമായിട്ട് ടീച്ചറാണ്. അപ്പോൾ ബി ആൻസർ പറയാണ് ഫോർ അബൌട്ട് 5 years. അബൌട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം. ഫോർ അബൌട്ട് 5 years, ഏകദേശം 5 വർഷമായിട്ട് ഞാൻ ടീച്ചറാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എ വീണ്ടും ചോദിക്കുന്നു വാട്ട് ഡു യു ടീച്ച്, നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്. ടീച്ചറാണല്ലോ, അപ്പോൾ എന്താണ് പഠിപ്പിക്കുന്നത്, ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. ബി വീണ്ടും ആൻസർ പറയുന്നു ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളോട് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കാമെന്ന് പഠിച്ചു. നമ്മോട് ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ പറയാമെന്ന് പഠിച്ചു. നമ്മൾ പിതാവിൻ്റെ സഹോദരൻ്റെ ജോലികൾ എങ്ങനെ ചോദിക്കാമെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റിയാണ്. 3 ചോദ്യങ്ങളുടെ 3 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വാട്ട് ഡു യു ഡു, നിങ്ങളുടെ ജോലി എന്താണ്. വാട്ട് ഡസ് യുവർ ഫാദർ ഡു, നിങ്ങളുടെ ഫാദറുടെ ജോലി എന്താണ്, നിങ്ങൾ ഫാദർ എന്ത് ചെയ്യുന്നു. വാട്ട് ഡസ് യുവർ ബ്രദർ ഡു, നിങ്ങളുടെ ബ്രദർ എന്ത് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം വോട്ട് വരും, വോട്ട്, പിന്നെ ഡു വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെയും ഡു വരും. അപ്പോൾ ഇവിടെ വാട്ട് ഡു യു ഡു, ഇത് യു എന്നുള്ളത് ബഹുവചനമാണ്. ഇംഗ്ലീഷിൽ യു എന്നുള്ളത് ബഹുവചനമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡു എന്നത്. ഇവിടെ യുവർ ഫാദർ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്, ഒരാളല്ലേ. നിന്റെ പിതാവ് പറഞ്ഞ ഒരാളല്ലേ, അതുകൊണ്ട് ഇവിടെ ഡസ് വന്നു. ഓക്കെ, ഇവിടെ യുവർ ബ്രദർ, നിന്റെ സഹോദരൻ ഒരാളാണ്, അതുകൊണ്ട് ഇവിടെ ഡസ് വന്നു. അപ്പോൾ ആദ്യം വോട്ട് വരും, പിന്നെ ഡുവോ ഡസ്സോ വരും. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഡസ് വരും, സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഡു വരും, പിന്നെ അവസാനം വീണ്ടും ഡു വരും. അപ്പോൾ വാട്ട് ഡു യു ഡു, വാട്ട് ഡസ് യുവർ ഫാദർ ഡു, വാട്ട് ഡസ് യുവർ ബ്രദർ ഡു.
ആദ്യം വാട്ട് എന്ന ക്വസ്റ്റ്യൻ വരും, പിന്നെ ഡു അല്ലെങ്കിൽ ഡസ് വരും. ഡു വരൽ സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിലാണ്, ഡസ് വരൽ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിലാണ്, പിന്നെ ക്വസ്റ്റിൻ്റെ അവസാനം വീണ്ടും ഒരു ഡു കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ലെസൺ കൃത്യമായിട്ട് മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.